ഇന്ന് നമുക്ക് ചോറുണ്ണുമ്പോൾ ഒരു അടിപൊളി ചമ്മന്തി പൊടി ഉണ്ടാക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ കറികളൊന്നും വേണ്ട, ഒരു പറ ചോറുണ്ണാൻ പറ്റും. മാത്രമല്ല ഇത് അത്യാവശ്യം നാൾ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റും. അതിനെ നമ്മൾ ഒരു എയർ പാത്രത്തിൽ ഇതിട്ടിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം തന്നെ ചമ്മന്തി പൊടി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു നാളികേരം ഫുള്ളായിട്ട് ചിരകിയത് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ നാളികേരത്തിന് ഒരു ചെറിയൊരു പച്ചപ്പുണ്ടാവും, ഒരു നനവുണ്ടാവും. ആ നനവൊന്ന് മാറുമ്പോൾ നമ്മളതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 6 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഇടേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഒരു 13 വറ്റൽമുളകാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽമുളകാണ്. ചമ്മന്തിയൊക്കെ അല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല എരിവൊക്കെ വേണം. എന്നിട്ട് നമുക്ക് ഈ വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തോളൂ. എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു 10-15 കുരുമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ നാളികേരമൊക്കെ ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് വറുത്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിം മാത്രം മതി. ഹൈ ഫ്ലെയിമൊക്കെ ആയാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. എല്ലായിടത്തും ഒരേപോലെ വറവായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറക്റ്റ് പരിവായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ചൂടത്ത് കിടന്ന് തന്നെ ഈ കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നോളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള ഒരു വാളംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വാളംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ചൂട്ടത്ത് കിടന്ന് തന്നെ ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞോളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് ചൂടാറുമ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി നോക്കി, ഇതിൻ്റെ സൗണ്ട് തന്നെ ഒരു ചില സൗണ്ട് കേൾക്കാം. കറക്റ്റ് പരുവാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്കൊന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ചമ്മന്തി പൊടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സൂപ്പർ ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടി. നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഐറ്റം. അത്യാവശ്യം നാൾ ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ, താങ്ക് യു. എങ്ങനെയുണ്ട് വേദൂട്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. വാ, സൂപ്പറാ. ഓക്കേ.